Hi, and welcome back to another brand new lesson on sociology. അപ്പം സോഷ്യോളജിയുടെ മോഡ്യൂൾ വണ്ണിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒറിജിനൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജിയുടെ ഭാഗമായിട്ട് ഡെഫിനിഷൻ ഓഫ് സോഷ്യോളജി, അതേപോലെ സോഷ്യൽ ഇമാജിനേഷൻ എന്ന കോൺസെപ്റ്റും കൂടെ നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു ലെസൺ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ലെസൺസിലൂടെ വി വിൽ ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ മീൻസ്. ഓക്കെ, അപ്പോ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമാജിനേഷൻ, ഒരു ചിന്ത ഇവിടെ വരുന്നുണ്ടോ? ലെറ്റ്സ് ഡൈവ് ഡീപ്പ് ഇൻ ടു ഇറ്റ് ആൻഡ് സീ വാട്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇസ് ഓൾ അബൌട്ട്. ഓക്കെ, അപ്പോ അതിന്റെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഇതിന്റെ മീനിങ് സ്ക്രീനിൽ കാണുന്നത് പോലെ, ഇറ്റ് ഈസ് എ കോർ സോഷ്യോളജിക്കൽ ഫ്രെയിംവർക്ക് ടു ഇന്റർപ്രറ്റ് സോഷ്യൽ റിയാലിറ്റി. അതിങ്ങനെ ഒരൊറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞു പോവാലും ഒരു പക്ഷേ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകണമെന്നില്ല. സോ വി വിൽ എക്സ്പ്ലെയിൻ, വി വിൽ ഗെറ്റ് ഡീപ്പർ ഇൻ ടു ഇറ്റ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണിത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐഡിയ എന്താണ്? ദ കീ ഐഡിയ ഇസ് ടു ലിങ്ക് പേഴ്സണൽ ലൈഫ്, അതായത് നമ്മുടെ ബയോഗ്രാഫിയാണ് പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ബയോഗ്രാഫി ഇസ് an account of our personal life. ഇതിനെ ലിങ്ക് ഇറ്റ് വിത്ത്, കണക്ട് ഇറ്റ് വിത്ത് സൊസൈറ്റി ആൻഡ് ഹിസ്റ്ററി. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പോ ആദ്യം നമുക്ക് ആ ഒരു ബേസിക് ഓറിയന്റേഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സോഷ്യോളജിസ്റ്റ് ആണല്ലോ എന്താ ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ടേം യൂസ് ചെയ്യുന്നത്. സോ ഈ ടേം യൂസ് ചെയ്യുമ്പം അവര് ഉദ്ദേശിക്കുന്നത് ദേ ആർ ടോക്കിംഗ് അബൌട്ട് എ വേ ഓഫ് സീയിങ്, ഒരു പ്രത്യേക കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ശരിക്കും അവരിവിടെ ഈ സംസാരിക്കുന്നത്. അപ്പോ എന്താണ് ഈ ഒരു കാഴ്ചപ്പാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു സമൂഹത്തെ കാണുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ വി ആർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ സൊസൈറ്റി ഔട്ട് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അല്ല. അതിലുമുപരി സീയിങ് ഹൗ യുവർ ലൈഫ് ആൻഡ് മൈ ലൈഫ് ആൻഡ് ആ ഒരു സോഷ്യൽ സ്ട്രക്ചർ, നമ്മൾ ജീവിക്കുന്ന ആ ഒരു സോഷ്യൽ സ്ട്രക്ചറുമായിട്ട് നമ്മുടെ ലൈഫ് എങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഈസ് ദി എബിലിറ്റി ടു കണക്ട് പേഴ്സണൽ എക്സ്പീരിയൻസസ്. പേഴ്സണൽ എക്സ്പീരിയൻസസ് ആണല്ലോ നമ്മുടെ ബയോഗ്രാഫി എന്ന് പറയുന്നത്. ഈ പേഴ്സണൽ എക്സ്പീരിയൻസസിനെ കുറെ കൂടെ വൈഡർ ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സിലും ഹിസ്റ്റോറിക്കൽ ഫോഴ്സസുമായിട്ട് കണക്ട് ചെയ്യുന്നു. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആക്കി ഞാനിത് പറയാം. It means seeing how your personal life is shaped by society and history and not just by you. നമ്മുടെ പേഴ്സണൽ ലൈഫ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ ഉദ്ദേശിച്ചതുപോലെയാണ് നമ്മുടെ പേഴ്സണൽ ലൈഫ് പോകുന്നത്. പക്ഷേ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പറയുന്നത് എന്താണ്? നമ്മുടെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് രൂപപ്പെട്ട് വരുന്നത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനും ഒരു പങ്കുണ്ട്, അതേപോലെ ഹിസ്റ്ററിക്കും ഒരു പങ്ക് അവിടെയുണ്ട്. നമ്മൾ മാത്രമല്ല അത് തീരുമാനിക്കുന്നത് എന്ന്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. സാധാരണഗതിയിൽ നമ്മുടെ ഡേ ടു ഡേ ഇവന്റ്സ്, നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ ഇവന്റ്സിനെയും നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ആരെങ്കിലും ഒരു എക്സാമിൽ വിജയിച്ചില്ല എന്ന് വിചാരിക്കുക, ഒരു പരീക്ഷ എഴുതി ഫെയിലായി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ആങ്ഷ്യസ് ആണ്, ഒരു ഉത്കണ്ഠയുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് എന്താണ് വരിക? അല്ലെങ്കിൽ ആദ്യം നമുക്കുണ്ടാകുന്ന ഒരു ചിന്ത എന്താണ്? ഓ, ഇത് എന്റെ മാത്രം പ്രശ്നമാണ്, ദിസ് ഇസ് പ്യോർലി പേഴ്സണൽ. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? അങ്ങനെ തന്നെയല്ലേ നമ്മളോട് പലരും പറയുന്നതും? അത് നിന്റെ പ്രശ്നം എന്നല്ലേ നമ്മൾ അത് പറഞ്ഞു കേൾക്കുന്നത്? ഓക്കെ, അപ്പൊ എന്തായിരിക്കും നമ്മൾ അവിടെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഓക്കെ, പലപ്പോഴും എക്സാമിൽ ഫെയിൽ ആയിട്ട് നമ്മൾ പറയും, ഞാൻ ഒരു പക്ഷേ ഐ ഡി നോട്ട് വർക്ക് ഹാർഡ് ഇനഫ്, ഞാൻ നല്ലതുപോലെ പഠിച്ചില്ല. അല്ലെ പറയും, എനിക്ക് ആവശ്യത്തിനുള്ള ടാലന്റ് ഇല്ല, ഐ എം നോട്ട് ടാലന്റഡ് ഇനഫ്. അല്ലെങ്കിൽ പറയും, ഞാൻ മോശമായ ഒരു തീരുമാനം എടുത്ത്, ഐ മേഡ് എ ബാഡ് ഡിസിഷൻ എന്ന് പറയും. അപ്പൊ ഇതിനെ ഒരു കോമൺ സെൻസ് അപ്രോച്ച് എന്ന് പറയും. കാരണം
കോമൺ ആയിട്ട് ആൾക്കാർക്ക് സെൻസിബിൾ ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച്. നോക്ക്, ഞാനൊരു പരീക്ഷയ്ക്ക് വിജയിച്ചില്ല എങ്കിൽ അത് ഞാൻ പഠിക്കാത്തത് കൊണ്ടല്ലേ, അതൊരു കോമൺ സെൻസ് അപ്രോച്ച് തന്നെയല്ലേ. പക്ഷേ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇസ് ആസ്കിങ് അസ് ടു പോസ് ആൻഡ് ആസ്ക് എ ബിഗർ ക്വസ്റ്റ്യൻ. അപ്പൊ വരട്ടെ, അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. വേറൊരു ചോദ്യം ഇവിടെയുണ്ട്, അതിനുള്ള ഒരു ഉത്തരം നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇസ് ദിസ് ഓൺലി അബൌട്ട് ദ ഇൻഡിവിജ്വൽ? ഞാൻ പരീക്ഷയ്ക്ക് തോറ്റത് ഞാൻ മാത്രമാണോ അതിന് കാരണക്കാരൻ? അതോ ഇതിലും വലുതായിട്ടുള്ളത് എന്തെങ്കിലും സമൂഹത്തിൽ നടക്കുന്നുണ്ടോ? അതും കൂടിയാണോ ഇതിന്റെ കാരണം? അപ്പോ ഇവിടെ എന്താണ് ഈ ഒരു ചോദ്യം കൊണ്ട് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഒരു വ്യക്തിയുടെ ബയോഗ്രാഫിയെയും ഹിസ്റ്ററിയെയും കൂടെ എടുത്ത് അതിന്റെ ഒരു വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഇതിനുള്ള ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബയോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫ് സ്റ്റോറിയാണ്. അതിൽ എന്തൊക്കെ വരും? നമ്മുടെ എഡ്യൂക്കേഷൻ വരും, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വരും, നമ്മുടെ കരിയർ വരും, നമ്മുടെ സ്ട്രെങ്ത് വരും, നമ്മുടെ അച്ചീവ്മെന്റ്സ് വരും, നമ്മുടെ വീക്ക്നെസ് വരും. അതെല്ലാം അതിനകത്ത് വരുന്നുണ്ട് അല്ലെ. ഇവിടെ ഹിസ്റ്ററി എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ് ശരിക്കും ഇവിടെ നമ്മൾ കാണേണ്ടത്? ഹിസ്റ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ബ്രോഡർ ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ കണ്ടീഷൻസ് ആണ്. അതായത് എന്തൊക്കെയാണ് അവിടെ നടന്നിരിക്കുന്ന ആ ഒരു എക്കണോമിക് ചേഞ്ചസ് എന്നുള്ളത്. ഓക്കെ, പൊളിറ്റിക്കൽ പോളിസീസ് എന്താണ് നമ്മുടെ നാട്ടിലെന്ന്, കൾച്ചറലി എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ടെക്നോളജി വൈസ് എന്താണ് അവിടെ ഒരു ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. അതേപോലെ നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, എഡ്യൂക്കേഷൻ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ ഫാമിലി ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ലേബർ മാർക്കറ്റ്സ് പോലും ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് എങ്ങനെയാണ് എന്റെ ഈ ഒരു തോൽവിയെ ഇത് ബാധിച്ചിരിക്കുന്നത്? അപ്പോ ഇനി നമ്മളൊരു കാര്യം പ്രത്യേകം ഇവിടെ നോട്ടീസ് ചെയ്യുക. ഈ ഒരു കോൺസെപ്റ്റ് നമ്മെ പഠിപ്പിക്കുന്നത് ഇസ് ടു പ്ലേസ് ദ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ഇൻസൈഡ് വൈഡർ പാറ്റേൺസ്. അപ്പൊ ആ ഒരു വൈഡർ പാറ്റേൺസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്താ പറയുന്നത്, ആ ഒരു വ്യക്തിയെ അതിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് നമ്മൾ വീക്ഷിക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ ജീവിതം, ഈ ഒരു കോൺസെപ്റ്റ് നമ്മളോട് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് വാക്യൂമിൽ നിന്നുണ്ടാവുന്നതല്ല, ശൂന്യതയിൽ നിന്നുണ്ടാകുന്നതല്ല. പകരം അത് എവിടെ നിന്നാണ്? അത് ഓൾറെഡി നിലനിൽക്കുന്ന ഒരു സോഷ്യൽ വേൾഡിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ സോഷ്യൽ വേൾഡിന് റൂൾസ് ഉണ്ട്, ഈ സോഷ്യൽ വേൾഡിൽ അവസരങ്ങളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ്. ഈ സോഷ്യൽ വേൾഡിൽ ഇനിക്വാളിറ്റീസ് ഉണ്ട്, ഈ സോഷ്യൽ വേൾഡിൽ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, ഈ സോഷ്യൽ വേൾഡിൽ പരിമിതികൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. മനസ്സിലായ? അത് നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് നോക്കാം. Think about success, failure, anxiety, opportunity, അതായത് അവസരങ്ങൾ, ആൻഡ് കൺസ്ട്രെയിൻ. കൺസ്ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന തടസ്സങ്ങളാണ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഇതൊക്കെ നമ്മുടെ എവ്രി ഡേ എക്സ്പീരിയൻസസ് ആണ്. ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന സംഗതികളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. എല്ലാവർക്കും ഇതുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സോഷ്യൽ ഇമാജിനേഷൻ നമ്മളോട് പറയുന്നത് ഇതിനെ നമ്മൾ റാൻഡമായി കാണരുത്. അതായത് ഇതൊരു ക്രമരഹിതമായ സംഗതിയായിട്ട് കാണരുത്. ഇതൊരു ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിപരമായ ഒരു പേഴ്സണൽ ഇവന്റ് ആയിട്ട് ഇതിനെ കണക്കാക്കരുത് എന്നുള്ളതാണ്. പകരം നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഹൂ എൽസ് ഇസ് എക്സ്പീരിയൻസിങ് ദ സെയിം തിങ്? മറ്റാർക്കെങ്കിലും ഇതേ അനുഭവം ഉണ്ടാകുന്നുണ്ടോ? പിന്നെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? പാറ്റേൺ എന്ന് പറയുമ്പം ഇത് ഒരേ പ്രായക്കാർക്കാണോ ഇത് വരുന്നത്, അതോ പുരുഷന്മാർക്കാണോ ഇത് വരുന്നത്, അതോ കുട്ടികൾക്കാണോ ഇത് വരുന്നത്, അതോ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവർക്കാണോ, സിറ്റിയിൽ അതാണ് ആ പാറ്റേൺ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് ചോദിക്കുക, വാട്ട് സോഷ്യൽ അറേഞ്ച്മെന്റ്സ് മേക്ക് ദിസ് കോമൺ? അപ്പോൾ ഈ ഏരിയ നമ്മൾ ആ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം സമൂഹത്തിലുള്ള എന്തൊക്കെ സംഗതികളാണ് ഇതിനെ അവിടെ കോമൺ ആക്കി മാറ്റുന്നത്. റാദർ വി ആർ ലുക്കിംഗ് അറ്റ് ദ റൂട്ട് കോസസ്.
ഹിസ്റ്റോറിക്കലി എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഒരു സാഹചര്യത്തെ രൂപപ്പെടുത്തി കൊണ്ടുവന്നേക്കുന്നത്. അപ്പോ കുറെ കൂടെ ഒരു ഡീപ്പർ ലെവലിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുമ്പം ഇറ്റ്സ് ലൈക്ക് ആൻ ഇന്റലക്ച്വൽ സൂമിങ് ഔട്ട്. ഇന്റലക്ച്വൽ സൂമിങ് ഔട്ട് എന്ന് നമ്മൾ പറയുന്നു. സോ ദിസ് ഇസ് ഔട്ട് ഹിയർ. An intellectual zooming out from the individual to structures. ഓക്കെ, അപ്പൊ ഈ ഒരു സെന്റൻസ് മനസ്സിലാക്കാനായിട്ട് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ മിക്കവാറും എല്ലാവരും മാപ്സ് ഉപയോഗിക്കാറുണ്ട് അല്ലെ? നമ്മുടെ മൊബൈലിലുള്ള മാപ്പ് ഉപയോഗിക്കാറുണ്ട്. ഇത് ഉപയോഗിച്ച് നമ്മൾ നാവിഗേഷൻ നടത്തി എത്തേണ്ട സ്ഥലത്ത് നമ്മൾ കൃത്യമായിട്ട് ചെന്നെത്തുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ മാപ്പില് നമ്മൾ റൂട്ടൊക്കെ സെറ്റ് ചെയ്ത് പോകേണ്ട സ്ഥലമൊക്കെ നോക്കിയതിനു ശേഷം അതിനെ സൂം ചെയ്താല് നമുക്ക് ആ സ്ട്രീറ്റ് കാണാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിന്റെ വാതയ്ക്കുള്ള വഴിയും ഒക്കെ നമുക്കത് സൂം ചെയ്താൽ കാണാനായിട്ട് സാധിക്കും. എന്നാ അതിനെ സൂം ചെയ്തിട്ട് പിന്നെ സൂം ഔട്ട് ചെയ്ത് അതിനെ നോർമലിലേക്ക് കൊണ്ടുവരുമ്പോഴാ നമ്മൾ സൂം ഔട്ട് ചെയ്ത് പോകുന്ന അനുസരിച്ച് നമ്മുടെ ആ ഒരു വ്യൂ മാറുകയാണ്. നമ്മൾ ഫുൾ സിറ്റി അവിടെ കാണുന്നു, പിന്നെ ആ സ്റ്റേറ്റ് കാണുന്നു, പിന്നെ ആ ഒരു രാജ്യം തന്നെ കാണുന്നു, അവിടെയുള്ള റൂട്ട്സ് കാണുന്നു, പല നെറ്റ്വർക്ക്സ് നമുക്കവിടെ വഴികളുടെ നെറ്റ്വർക്ക്സ് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. നമുക്ക് പാറ്റേൺസ് വിസിബിൾ ആയിട്ട് വരും അല്ലെ? അപ്പോ സോഷ്യോളജി ഓൾസോ ഡസ് സംതിങ് സിമിലർ എന്നുള്ളതാണ്. അപ്പൊ സോഷ്യോളജി പറയുന്നത് സൂം ഔട്ട് ഫ്രോം ദ ഇൻഡിവിജ്വൽ ആൻഡ് ലുക്ക് അറ്റ് ദ സ്ട്രക്ചർ. ഇൻഡിവിജ്വലിൽ ഫോക്കസ് ചെയ്യാതെ ഇൻഡിവിജ്വലിനെ അവിടെ ഉള്ളിൽ തന്നെ നിർത്തിക്കോളൂ, എന്നിട്ട് ആ ഇൻഡിവിജ്വൽ നിൽക്കുന്ന ഫുൾ സ്ട്രക്ചറിൽ നോക്കാനാണ് അത് അവിടെ പറയുന്നത്. സോ വി മൈറ്റ് വണ്ടർ why is this concept so repeatedly used in sociological അല്ലെങ്കിൽ സോഷ്യോളജി എഡ്യൂക്കേഷൻ. സോഷ്യോളജി എവിടെയുണ്ടോ ഈ ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് 2018 മുതൽ സോഷ്യോളജി വരുന്ന എല്ലാത്തരം എക്സാംസിലും PSC ഇതുണ്ട്. ആൻഡ് എന്താ പറയേണ്ടത്, 2018 മുതൽ ആണെന്ന് തോന്നുന്നു റിവൈസ്ഡ് ആയിട്ടുള്ള PG സിലബസിനകത്തും നമുക്കിത് കാണാം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ക്യാപ്ചേഴ്സ് ദ സ്പെഷ്യൽ കോൺട്രിബ്യൂഷൻ ദാറ്റ് സോഷ്യോളജി മേക്സ് ടു ഓർഡിനറി എവറിഡേ ലൈഫ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് പ്രൈവറ്റ് എക്സ്പീരിയൻസ് ഈസ് ഇന്റർട്വൈൻഡ് വിത്ത് പബ്ലിക് അറേഞ്ച്മെന്റ്സ്. സമൂഹത്തിലെ അറേഞ്ച്മെന്റ്സിനെ ഇവിടെ പബ്ലിക് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നു അല്ലെ? ഈ പബ്ലിക് അറേഞ്ച്മെന്റ്സുമായിട്ട് ഇന്റർട്വൈൻ ചെയ്ത് ബന്ധപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെ പ്രൈവറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്തു പോകുന്ന സമയത്ത് നമ്മളൊരു റോഡ് ബ്ലോക്കിൽ പെട്ടുപോയി. ഒരുപക്ഷെ ആ ഒരു ബ്ലോക്കിൽ പെട്ടുപോകുന്നത് ഇപ്പം സ്ഥിരമായിട്ട് കേരളത്തിൽ കാണുന്നതാണ്. ഹൈവേയുടെ വർക്ക് നടക്കുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും ബ്ലോക്കിൽ പെട്ടുപോകുന്ന ഒരവസരം, അല്ലെങ്കിൽ ഒരു അവസരമല്ല ഒരു അവസ്ഥ. അപ്പൊ നോക്ക്, ആ ഒരു പബ്ലിക് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞ ഹൈവേയുടെ നിർമ്മാണം മൂലം അത് നമ്മുടെ പ്രൈവറ്റ് എക്സ്പീരിയൻസിനെ അത് സ്വാധീനിക്കുന്നു. നമുക്കൊരു പക്ഷെ ഒരു നല്ല എക്സ്പീരിയൻസ് ആകില്ല. ഓൺ ദി അതർ ഹാൻഡ് ഇതങ്ങ് മാറും. അതായത് പണി കഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ എത്തുമ്പോഴത്തേക്ക് 3 ലെയിൻസ് നമുക്ക് വിസിബിൾ ആകുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു ലെയിനിൽ കയറി തിരിഞ്ഞു നോക്കാതെ ഒരൊറ്റ പോക്ക് നമുക്കങ്ങ് പോകാനായിട്ട് സാധിക്കും. അവിടെ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് വരുന്നില്ലേ? അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്ക്, ആ ഒരു പബ്ലിക് അറേഞ്ച്മെന്റിൽ നിന്നല്ലേ ഈ ഒരു പ്രൈവറ്റ് എക്സ്പീരിയൻസ് നമുക്കുണ്ടാകുന്നത്. അതേപോലെ വാട്ട് ഫീൽ ലൈക്സ് എ പ്രൈവറ്റ് ട്രബിൾ മേ ആക്ച്വലി ബി റൂട്ടഡ് ഇൻ എ പബ്ലിക് ഇഷ്യൂ. അപ്പൊ ഇവിടെ പബ്ലിക് ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് സംതിങ് സ്ട്രക്ചറൽ, സമൂഹത്തിന്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും. ഒരു പക്ഷേ നമുക്ക് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ട്രബിൾ എന്ന് തോന്നുന്ന ഒരു സംഗതി അങ്ങനെ വന്ന് കിടക്കാം എന്നുള്ളതാണ്. അപ്പോ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സോഷ്യോളജിക്കൽ ചോദ്യം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അന്നേരം മാറുന്നത് ഹൗ ആർ പേഴ്സണൽ ലൈഫ്സ് ഷേപ്ഡ് ബൈ ഫോഴ്സസ് ബിയോണ്ട് ദ ഇൻഡിവിജ്വൽ. സമൂഹത്തിലെ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല, എനിക്കോ നിങ്ങൾക്കോ വ്യക്തിപരമായി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതല്ല. അത് സൊസൈറ്റിയുടെ കൺട്രോളിൽ തന്നെയുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫ്സ് എന്ന് പറയുന്നത് ഹൗ ദേ ആർ ഷേപ്ഡ് ബൈ forces
ബിയോണ്ട് ദ ഇൻഡിവിജ്വൽ. അവിടെയാണ് സൊസൈറ്റിയൽ സ്ട്രക്ചേഴ്സ്, ഹിസ്റ്ററി എല്ലാം അവിടെ കണക്കിലെടുക്കുന്നത് അല്ലെ. അപ്പോ ദിസ് ഇറ്റ് സെൽഫ് ഇസ് ദ ഹാർട്ട് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. ഇനി ഒരുപാടധികം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വി വിൽ കണ്ടിന്യൂ വിത്ത് ദോസ്. അപ്പോ ഈ ഇതുവരെ ചർച്ച ചെയ്ത സംഗതികൾ നമുക്ക് കൃത്യമായി മനസ്സിലായോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാനിവിടെ ചോദിക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പ്രൈമറിലി റെഫേഴ്സ് ടു. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ് ഇറ്റ് സ്റ്റഡിങ് ഓൺലി ഇൻഡിവിജ്വൽ സൈക്കോളജി? വെൽ, നമുക്കറിയാം ഇൻഡിവിജ്വലിൽ ഫോക്കസ് വേണ്ട എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. Is it connecting personal experiences with social structure and history? അതോ is it ignoring society and focusing on personal choices? എയും സിയും ഏകദേശം ഒരുപോലെ കിടക്കുക. അപ്പൊ സിയു അല്ല നമുക്ക് ഇവിടെ വേണ്ടത്. ആൻഡ് ഓപ്ഷൻ ഡി, സ്റ്റഡിങ് ബയോളജി ആൻഡ് ഹെറിഡിറ്റി. വി ആർ ടോക്കിംഗ് അബൌട്ട് ഹിസ്റ്ററി, ബട്ട് വി ആർ ഡെഫിനറ്റ്ലി നോട്ട് ടോക്കിംഗ് അബൌട്ട് ബയോളജി ഹിയർ. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അതായത് കണക്ടിങ് പേഴ്സണൽ എക്സ്പീരിയൻസസ് വിത്ത് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്. നമ്മൾ ഈ ചോദ്യങ്ങളും കൂടെ നോക്കി പോകുന്നത്, അല്ല അതിന്റെ കൂടെ തന്നെ നോക്കി പോകുന്നത്, അതായത് ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലായോ എന്നുള്ളത്. പലപ്പോഴും അതൊരു ചോദ്യവും അതിന്റെ ഉത്തരവുമായിട്ട് നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ നമുക്ക് അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് ഒന്ന് കൂടി വരാനുള്ള ആ ഒരു ചാൻസ് അവിടെയുണ്ട്. ലുക്ക് അറ്റ് ദിസ് വൺ. ദ ഐഡിയ ഓഫ് സൂമിങ് ഔട്ട് ഇൻ സോഷ്യോളജി മീൻസ്, സോഷ്യോളജിയിൽ ചിന്തിച്ചു നോക്കുക, വി ഹാവ് ദ ഇൻഡിവിജ്വൽ ആൻഡ് വി ഹാവ് ദ society, the world where the individual is living in. അപ്പോ നമ്മൾ ആ ഇൻഡിവിജ്വലിൽ സൂം ചെയ്ത് നോക്കുന്നതാണ് സൂമിങ് ഇൻ എന്ന് പറയുന്നത്. ഫോക്കസിങ് ഓൺലി ഓൺ ഇമോഷൻസ് ആണോ, അതോ ട്രീറ്റിംഗ് സോഷ്യൽ ഇവന്റ്സ് ആസ് ആക്സിഡൻസ് എന്നാണോ, അതോ വ്യൂവിംഗ് പേഴ്സണൽ ലൈഫ് വിത്തിൻ ലാർജർ സോഷ്യൽ പാറ്റേൺസ് എന്നാണോ, അതോ അവോയ്ഡിംഗ് സ്ട്രക്ചറൽ എക്സ്പ്ലനേഷൻസ്? വെൽ, ദി ആൻസർ ഇസ് ഓപ്ഷൻ സി, viewing personal life within larger social patterns എന്നുള്ളതാണ്. Now let's look at another concept here. Which pair best represents the sociological imagination approach? സോഷ്യോളജിക്കൽ ഇമാജിനേഷന്റെ ആ ഒരു അപ്രോച്ച് ഏത് പെയർ? അപ്പൊ എന്തൊക്കെയാണ് പേഴ്സിൽ കൊടുത്തിട്ടുള്ളത്? പ്രൈവറ്റ് സക്സസ് ആൻഡ് പ്രൈവറ്റ് ഫെയിലിയർ ആണോ, അതോ പേഴ്സണൽ ഡിസിഷൻ ആൻഡ് മോറൽ ക്യാരക്ടർ ആണോ, അതോ ബയോഗ്രാഫി ആൻഡ് ഹിസ്റ്റോറിക്കൽ ഓർ സോഷ്യൽ കണ്ടീഷൻസ് ആണോ, അതോ ഫീലിംഗ്സ് ആൻഡ് പേഴ്സണൽ ട്രേറ്റ്സ് ആണോ? ഇവിടെ നമുക്കറിയാം നമ്മൾ ബയോഗ്രാഫി എടുക്കണം, അതോടൊപ്പം ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ കണ്ടീഷൻസും കൂടെ എടുക്കണം. ആ ഒരു അപ്രോച്ചാണ് എന്താ പറയേണ്ടത്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എടുക്കുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് ഇസ് ദിസ് പെർട്ടിക്കുലർ അപ്രോച്ച്. ഇപ്പൊ മനസ്സിലായല്ലോ ഏത് രീതിയിലാണ് ഈ ഒരു കാഴ്ചപ്പാട് രൂപപ്പെട്ട് വരുന്നതെന്നാണ് ഈ അപ്രോച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഐ ഹാവ് വൺ മോർ ക്വസ്റ്റ്യൻ ഫോർ യു. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഹെൽപ്സ് us to understand that എന്താണ്, all problems are self-centered. ആ സെന്റൻസ് കറക്റ്റേ അല്ല കേട്ടോ. അങ്ങനെയല്ല സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പറയുന്നത്. സൊസൈറ്റി ഹാസ് നോ ഇമ്പാക്ട് ഓൺ ഇൻഡിവിജ്വൽസ്. നേരെ തിരിച്ചാണ് പറയുന്നത്. സൊസൈറ്റിക്കാണ് വ്യക്തികളിലെ എല്ലാ തരത്തിലുള്ള ഇമ്പാക്ട് ഉള്ളത് എന്നാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പറയുന്നത്. ഓപ്ഷൻ സി എന്താണ്? മെനി പേഴ്സണൽ ട്രബിൾസ് റിഫ്ലെക്ട് ഷെയർഡ് സ്ട്രക്ചറൽ കണ്ടീഷൻസ്. നാലാമത്തെ എന്താണ്? ഹിസ്റ്ററി ഇസ് അൺറിലേറ്റഡ് ടു ഡെയിലി ലൈഫ്. ഹിസ്റ്ററി ഈസ് റിലേറ്റഡ് എന്നാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പറയുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ഇപ്പം അത്യാവശ്യം ഭേദപ്പെട്ട ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടായി എന്താണ് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ആരാണ് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ഒരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത്, ആരാണ് ഈ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇതിന്റെ പിന്നിലെ ഇന്റലക്ച്വൽ ഒറിജിൻസ് എന്തൊക്കെയായിരുന്നു, അതിന്റെ പിന്നിലെ ഹിസ്റ്ററി എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് ഒന്ന് ക്വിക്ക് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. സോ where did the idea come from? സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് അത് കാണാം, വിസിബിൾ ആണ് അല്ലെ. ആൻഡ് എന്തുകൊണ്ട് ഈ ഒരു ഐഡിയ ആ ഒരു കാലഘട്ടത്തിൽ അത് പ്രൊപ്പോസ് ചെയ്തു, അല്ലെങ്കിൽ വാട്ട് വാസ് ദ റീസൺ ഫോർ ദിസ്? അവിടെയാണ് അതിന്റെ ഇന്റലക്ച്വൽ ഒറിജിൻസും ആ ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റും വരുന്നത്.
So if you look at the coinage of the term, we can see that this term was coined by C. Wright Mills. അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആണ്. ഇത് 1959 അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു, ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ള ആ ഒരു ബുക്ക്. അതിൽ നിന്ന് തന്നെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ആ ഒരു കോൺസെപ്റ്റ് വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒരു ഡേറ്റും ജസ്റ്റ് ഒരു ബുക്കിലെ ക്വസ്റ്റ്യനുമായിട്ടല്ല നമുക്ക് ഈ ഒരു പോയിന്റിനെ കണക്ട് ചെയ്യേണ്ടത്. ഇവിടുത്തെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് ആ ഒരു കാലഘട്ടത്തിൽ വേണം എന്ന് മിൽസിന് തോന്നി. വൈ ഡിഡ് ഹി ഈവൻ കം അപ്പ് വിത്ത് ദിസ് വേർഡ് എന്നുള്ളത്. സോ മിൽസ് ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് ടു ഡിസ്ക്രൈബ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ എന്താണ് ഈ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്? ദ കൈൻഡ് ഓഫ് സോഷ്യോളജി ക്യാൻ ഓഫർ what it is doing, offer when it is doing its job properly. സോഷ്യോളജി എപ്പോഴാണ് സോഷ്യോളജിയുടെ തന്നെ ജോലി കൃത്യമായി ചെയ്യുന്നത് എന്ന് പറയാൻ കഴിയും. അതാണ് എന്താ പറയേണ്ടത്, ഈ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അത് ശരിക്കും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് അല്ലെ. അപ്പോ ഹി വാസ് വെരി ക്ലിയർ അബൌട്ട് വാട്ട് ഇറ്റ് ഇസ് നോട്ട് എന്നുള്ളത്. അപ്പൊ ഒരു സംഗതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ സംഗതി എന്താണെന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അത് എന്തല്ല എന്ന് മനസ്സിലാക്കിയാലും അതെന്താണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ഹി ഹാഡ് മെൻഷൻഡ് വാട്ട് ദിസ് ഇസ് നോട്ട് എന്നുള്ളത്. അതായത് ഇറ്റ് ഇസ് നോട്ട് പ്യോർലി സൈക്കോളജിക്കൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇതിന്റെ അർത്ഥം അദ്ദേഹം ഉദ്ദേശിച്ചത്, ഇറ്റ് ഡസ് നോട്ട് റെഡ്യൂസ് എവറിത്തിങ് ടു പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, ഇന്റലിജൻസ്, മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ട്രെയ്റ്റ്സിലേക്ക് അത് പോകുന്നില്ല. അതാണ് ഇറ്റ്സ് നോട്ട് പ്യോർലി സൈക്കോളജിക്കൽ എന്ന് ഇവിടെ പറയുന്നത്. ദിസ് ഇസ് ദ പോയിന്റ്. നോട്ട് ലിമിറ്റഡ് ടു ഇൻഡിവിജ്വൽ ട്രെയ്റ്റ്സ് എന്നുള്ളത്. അതേസമയം ഇറ്റ് ഈസ് നോട്ട് അബ്സ്ട്രാക്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇത് ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു തിയറി അല്ല, നോട്ട് ഓൺലി ഹൈ ലെവൽ സോഷ്യൽ തിയറി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അബ്സ്ട്രാക്ട് അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പറയേണ്ടത്? അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് നോട്ട് കോൺക്രീറ്റ് എന്നുള്ളത്. കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സംഗതി എന്താണ്? കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സംഗതി നമുക്ക് നമ്മുടെ മുന്നിൽ കണ്ട് തൊട്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സംഗതിയെ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദ ഓപ്പോസിറ്റ് ഓഫ് അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പം നമുക്കതിനെ കണ്ട് തൊട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല, പകരം അങ്ങനെ അത് ഉണ്ട് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. So it just simply means that it does not float in the air as a big theory disconnected from people's lives. അപ്പൊ ആൾക്കാരുടെ ജീവിതവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്ത ഒരു തിയറി ആയിട്ടല്ല അത് സമൂഹത്തിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത്. ആൾക്കാരുടെ ജീവിതവുമായിട്ട് ബന്ധമുള്ള ഒരു തിയറി ആയിട്ട് തന്നെയാണ് അത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമ്മൾ വാട്ട് ഇറ്റ് ഡസ് നോട്ട് ഡു എന്ന് നോക്കി. സോ വാട്ട് ഡസ് ഇറ്റ് ഡു? ഇറ്റ് ആക്ച്വലി മൂവ്സ് ബിറ്റ്വീൻ ടു ലെവൽസ്. അപ്പൊ അതിന്റെ കീ മൂവ് എന്താണ് ഇവിടെ? സോഷ്യോളജി ഷുഡ് ഷിഫ്റ്റ് ബിറ്റ്വീൻ പേഴ്സണൽ ലൈഫ് ആൻഡ് വൈഡർ സ്ട്രക്ചേഴ്സ്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ അതിന്റെ കുറച്ചും കൂടെ ഡീപ്പർ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ബിറ്റ്വീൻ ടു ലെവൽസ്, സോ ഇറ്റ് ആക്ച്വലി ട്രാവൽസ് ബാക്ക് ആൻഡ് ഫോർത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും അത് ആകാം എന്നുള്ളതാണ്. അതായത് ആ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വലിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഇറ്റ് ഗോസ് ടുവേർഡ്സ് ദ സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റി, ആൻഡ് ഫ്രം ദ സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റി ഇറ്റ് ഗോസ് ബാക്ക് ടു ദ ഇൻഡിവിജ്വൽ. അപ്പൊ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു 2-way ട്രാൻസ്പോർട്ട് എന്ന രീതിയിൽ നമ്മൾ അതിനെ ഇവിടെ കണക്കാക്കുക, 1-way അല്ല. അപ്പോ ഈ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു എബിലിറ്റി എന്ന് പറയുന്നത്, അതായത് ഇവിടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമൂഹത്തിനെയും സമൂഹത്തിന്റെ സ്ട്രക്ചറും ആ ഒരു വ്യക്തിയെയും കൂടെ കണക്ട് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിനെയാണ് മിൽസ് ഇവിടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ളത് പറയുന്നത്. അപ്പൊ അത് എന്തല്ല, അതൊരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് അല്ല, പകരം മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു റിയൽ കോൺസെപ്റ്റ് ആണ് എന്നുള്ളതാണ് മിൽസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ അതിന്റെ മിൽസിന്റെ എംബിഷൻ
ആൻഡ് ഡിസപ്പോയിന്റ്മെന്റ് വിത്ത് സോഷ്യോളജി അതെന്തായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോ now think about മിൽസിനെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം നമുക്ക്. ലെറ്റ്സ് തിങ്ക് അബൌട്ട് മിൽസ് ഹിംസെൽഫ്. അപ്പോ മിൽസ് എന്ന് പറയുന്ന വ്യക്തി വാസ് നോട്ട് എ കാം ന്യൂട്രൽ അക്കാഡമിക്. ഓക്കെ, അത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു അക്കാഡമിഷ്യൻ അല്ലായിരുന്നു മിൽസ് എന്ന് പറയുന്നത്. ഒരു കാം ആയിട്ടുള്ള ഒരു വ്യക്തിയുമല്ല. ജസ്റ്റ് ഡെഫിനിഷൻസ് മാത്രം തന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല മിൽസിനെ നമ്മൾ കാണേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിന് ശരിക്കും ഒരു ഏർജൻസി ഉണ്ടായിരുന്നു. ഒരു നീഡ് ഓഫ് ദി അവർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിന് ഒരു ഏർജൻസി. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഹി ബിലീവ്ഡ് ദാറ്റ് സോഷ്യോളജി ഷുഡ് ബി എ ഡിസിപ്ലിൻ ദാറ്റ് എക്യുപ്സ് പീപ്പിൾ വിത്ത് ഐഡിയാസ് ആൻഡ് സ്കിൽസ് ടു ഐഡന്റിഫൈ സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് റെസ്പോണ്ട് ടു ഇറ്റ്. അപ്പൊ ഇതാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ആ ഒരു എംബിഷൻ എന്ന് പറയുന്നത് സോഷ്യോളജി ഷുഡ് എക്സ്പോസ് ആൻഡ് റെസ്പോണ്ട് ടു സോഷ്യൽ ഇൻജസ്റ്റിസ്, അതാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിലൂടെ, ബുക്കിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു ഡിസിപ്ലിൻ. അപ്പൊ ഏത് തരത്തിലുള്ള ഒരു ഡിസിപ്ലിൻ ആകണം? അതായത് ഐഡിയാസും സ്കിൽസും സമൂഹത്തിലെ അനീതികൾ മനസ്സിലാക്കാനും ആ അനീതിക്കെതിരെ പൊരുതാനും കഴിവുള്ള, അവിടെയാണ് എബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള സ്കില്ലും അതിനുള്ള ഐഡിയാസും ഉള്ള വ്യക്തികളെ എക്യുപ്പ് ചെയ്യുന്ന, പ്രാപ്തരാക്കുന്ന ഒരു ഡിസിപ്ലിൻ ആയി മാറണം സോഷ്യോളജി എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഈ ഇന്റർവെൻഷൻ വാസ് ഓൾസോ ക്രിട്ടിക്കൽ ആൻഡ് ഇത് ഒരു പുതിയ ചിന്താഗതിയാണ്, ഒരു റിഫോമിസ്റ്റ് ആയിട്ടുള്ള ഒരു തോട്ട് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താണ്? ഹി വാസ് പുഷിംഗ് സോഷ്യോളജി ടു ബി റെസ്പോൺസിബിൾ. ഒരു ഉത്തരവാദിത്വമുള്ള ഒരു സംഗതിയായിട്ട് സോഷ്യോളജിയെ മാറ്റാനാണ് അദ്ദേഹം അവിടെ ശ്രമിച്ചത്. ഹി വാണ്ടഡ് സോഷ്യോളജി ടു ഹെൽപ്പ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ is not only about me. എനിക്കിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരുപക്ഷെ എന്റെ മാത്രം പ്രശ്നമല്ല എന്ന് ഞാനത് മനസ്സിലാക്കണം. That's what he wants people to understand. പകരം it may be part of a larger public issue. ഒരു പൊതുജനം, ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും ഈ ഒരു പ്രശ്നം എന്ന് ചിന്തിക്കാനുള്ള കഴിവാണ് ഇവിടെ അദ്ദേഹം ഈ പറഞ്ഞു കൊണ്ടുവരുന്നത്. And once people understand this, ഈ ഒരു കോൺസെപ്റ്റ് ആൾക്കാർക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ ഇന്റലിജന്റ് ആയിട്ട് അവർക്ക് പ്രതികരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഒരു പക്ഷേ കളക്റ്റീവ് ആക്ഷനിലൂടെയോ അല്ലെങ്കിൽ പോളിസി മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയോ, ഇനി അതും അല്ലെങ്കിൽ കുറെ കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു സിവിക് അവയർനെസ് കൊണ്ടുവരാനായിട്ട് ഇവിടെ സാധ്യമാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞു വന്നപ്പോഴത്തേക്ക് വളരെ സ്മൂത്ത് ആയിട്ട്, സോഫ്റ്റ് ആയിട്ട് അത് നേരെ അങ്ങ് പോകുന്നത് പോലെ നമുക്ക് ഇവിടെ തോന്നാം, അല്ലെ? പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഒരു കോർ ടെൻഷനും ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് പിന്നീട് മിൽസ് എക്സ്പ്രസ് ചെയ്തതാണ് ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു സോഷ്യോളജിക്കൽ പ്രൊഫഷനിൽ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ഡിസപ്പോയിന്റ്മെന്റ്. അപ്പോ അതെന്തായിരുന്നു ഈ ഒരു ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്? ഹി ഫെൽറ്റ് ദാറ്റ് സോഷ്യോളജി വാസ് മൂവിങ് എവേ ഫ്രം ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റീസ്. സോഷ്യോളജിക്ക് എന്തൊക്കെയായിരുന്നു ഉത്തരവാദിത്വങ്ങളുള്ളത്, ആ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് സോഷ്യോളജി ഒഴുകി മാറിപ്പോകുന്നു എന്നുള്ളത്. അതായത് സോഷ്യോളജി ഒരു ഡിസിപ്ലിൻ എന്ന നിലയിൽ വളരെയധികം കംഫർട്ടബിൾ ആയി പോയോ എന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ മൈൻഡിൽ വന്നു. കംഫർട്ടബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഇറ്റ് ഇസ് സ്റ്റക്ക് ഇൻ നാരോ പ്രൊഫഷണൽ റുട്ടീൻസ്. ഒരു പ്രൊഫഷണൽ റുട്ടീൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറും അതിന് ഏതെങ്കിലും ഒരു മാർഗം അഡോപ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. Or it might have been too obsessed with technical work. അപ്പൊ ടെക്നിക്കൽ വർക്ക് എന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് സ്റ്റെപ്സ് ഉണ്ടല്ലേ. ആ സ്റ്റെപ്പിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ആ ടെക്നിക്ക് പിന്നെ ചിലപ്പം വർക്ക് ആവത്തില്ല.
ഇനി അതും അല്ലെങ്കിൽ വളരെയധികം അബ്സ്ട്രാക്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ അബ്സ്ട്രാക്റ്റിന്റെ അർത്ഥം എന്താണെന്നുള്ളത് അല്ലെ, അല്ലെങ്കിൽ വളരെയധികം അബ്സ്ട്രാക്റ്റ് ആയിപ്പോയി. ഇനി അതും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയിപ്പോയി, വേർപെട്ടു പോയി കിടക്കുന്നു സോഷ്യോളജി. ഇതായിരുന്നു അവിടെ നിലനിന്ന ഒരു 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 ഡിസപ്പോയിന്റ്മെന്റ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് ദിസ് വാസ് ദ കീ ഇൻസൈറ്റ് ദാറ്റ് യു മസ്റ്റ് റിമെമ്പർ. മിൽസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത് തന്നെയാണ് ഓർത്തു വെക്കേണ്ടത്. അതായത് മിൽസിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ അത് അനലൈസ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ടല്ല അദ്ദേഹം അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെതായ മോറൽ ആൻഡ് ഒരു സിവിക് ഏർജൻസി അവിടെ ക്രിയേറ്റ് ചെയ്തു. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട ഒരു ചേഞ്ച് എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറയുന്നത്. സോ അത് ക്ലാരിറ്റി കൊണ്ടുവരിക. ബിക്കോസ് അതിന്റെ റോള് ആ ഒരു കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്, ഒട്ടും ക്ലിയർ അല്ലാതെ ആയിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോ ഇവിടെ ഒരു ഉദ്ദേശം വേണം, ഒരു ക്ലാരിറ്റി കൊണ്ടുവരണം. ആൻഡ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്ന ആ ഒരു ഉദ്ദേശം എന്താണ്? സോഷ്യോളജി ഷുഡ് ഹെൽപ്പ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദിയർ വേൾഡ് ക്ലിയർലി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്? അവർക്ക് വളരെയധികം ചിന്തയോടുകൂടി, വളരെയധികം വീണ്ടുവിചാരത്തോടു കൂടി, വളരെയധികം ചിന്തിച്ച് കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാം. അതായത് ആ ഒരു സമൂഹത്തിന്റെ ഉള്ളിലുള്ള വ്യക്തികള്. ഇപ്പോ നമ്മള് മിൽസിന്റെ ആ ബുക്കൊക്കെ വായിക്കുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിൽസിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ നോട്ട്സ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യു ഹാവ് ടു ബി വെരി ക്ലിയർ അബൌട്ട് ദിസ് മെസ്സേജ്. എന്താണ് മെസ്സേജ്? സോഷ്യോളജി ഈസ് നോട്ട് ഓൺലി ടു ഇന്റർപ്രറ്റ് സൊസൈറ്റി. നമ്മൾ ഒരുപാടധികം ഇതിന്റെ ഹിസ്റ്ററിയും ഡെഫിനിഷൻസും ഒക്കെ നമ്മൾ നോക്കി വന്നപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇതിന്റെ പ്രീവിയസ് ലെസൺസിലൊക്കെ നമ്മൾ നോക്കി വന്നപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകാം, സമൂഹത്തെ മനസ്സിലാക്കാൻ, സമൂഹത്തിന്റെ സ്ട്രക്ചർ എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു 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 സബ്ജക്റ്റ് ആയിട്ടാണ് സോഷ്യോളജിയെ നമ്മൾ കണ്ടത്. പക്ഷേ മിൽസ് അങ്ങനെയല്ല പറയുന്നത്. മിൽസ് പറയുന്നത് സോഷ്യോളജി ഈസ് നോട്ട് ഓൺലി ടു ഇന്റർപ്രറ്റ് സൊസൈറ്റി, പക്ഷേ ടു മേക്ക് പീപ്പിൾ, അല്ലെ ഓൾസോ ടു മേക്ക് പീപ്പിൾ മോർ കേപ്പബിൾ സിറ്റിസൻസ്. കേപ്പബിൾ ആയിട്ടുള്ള സിറ്റിസൻസ്, പ്രജകളാക്കി എടുക്കുക. അപ്പൊ അതുകൊണ്ട് അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? കുറെ കൂടെ ഇൻഫോംഡ് ആയിട്ടുള്ള, അറിവുള്ള, കുറെ കൂടെ അവെയർ ആയിട്ടുള്ള, ഒരുപാടധികം ഉത്തരവാദിത്വങ്ങളുള്ള വ്യക്തികളായിട്ട് മാറുക. ഉത്തരവാദിത്വങ്ങൾ എവിടെയാണ്? ആ സമൂഹത്തിലേക്ക്, സോഷ്യൽ റിയാലിറ്റീസിൽ ഉത്തരവാദിത്വങ്ങളുള്ള വ്യക്തികളാക്കി മാറ്റുക എന്നുള്ളതാണ്. സോ ദാറ്റ് വാസ് ജസ്റ്റ് എ ക്വിക്ക് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ടു ദ ഒറിജിൻ ആൻഡ് ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ്. ഇപ്പൊ എങ്ങനെയാണ് മിൽസിന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ചിന്താഗതി ആ ഒരു ബുക്കായി മാറിയതും ഈ ഒരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് കിട്ടിയതും എന്ന് ഏകദേശം ഇപ്പൊ നമുക്ക് മനസ്സിലായി അല്ലേ? സോ നൗ ലെറ്റ് us look at some more questions related to these concepts. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്: The term sociological imagination was introduced by. ഓക്കെ, ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും, സി റൈറ്റ് മിൽസ് ആണ് ഈ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു മാർക്ക് അതേപോലെ ഇങ്ങ് പോരും. അത് മിൽസിനെ തന്നെ ചൂസ് ചെയ്യണം നമ്മൾ, കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഏത് വർഷത്തിലാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1959. റീസെന്റ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഓക്കെ, ഇതിന്റെ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് 17th 18th സെഞ്ചുറി മുതൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ദിസ് ഇസ് മോർ റീസെന്റ് എന്ന് ഓർത്തു വെച്ചോളൂ. മൂന്നാമത്തെ ചോദ്യം: മിൽസ് ആർഗ്യൂഡ് ദാറ്റ് സോഷ്യോളജിക്കൽ ഇൻസൈറ്റ് എന്താണെന്നാണ് മിൽസ് പറഞ്ഞത്? ഓൺലി സൈക്കോളജിക്കൽ, അത് തെറ്റാണ്. ഓൺലി അബ്സ്ട്രാക്ട് തിയറി, അതും തെറ്റാണ്. A movement between individual experience and social structure, ഒരു two-way മൂവ്മെന്റ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അല്ലെ. അവര് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിൽ നിന്ന് സോഷ്യൽ സ്ട്രക്ചറിലേക്കും, സോഷ്യൽ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസും. അപ്പൊ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നാലാമത്തെ ചോദ്യം: അക്കോർഡിംഗ് ടു മിൽസ്, സോഷ്യോളജി ഷുഡ് പ്രൈമറിലി ഹെൽപ്പ് പീപ്പിൾ ടു ഡു വാട്ട്? അപ്പൊ ആക്സെപ്റ്റ് സോഷ്യൽ ഇനിക്വാളിറ്റി ആസ് നാച്ചുറൽ? അല്ല. Understand the world clearly and act thoughtfully? അതാണോ? Focus on personal success? Avoid political and civil concerns? അവോയ്ഡ് ചെയ്യാനേ പറയുന്നില്ല അല്ലെ. പീപ്പിൾ ഷുഡ് ബി കൺസേൺഡ് എന്നാണ് പറയുന്നത് about civil issues. So here again
ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ us. അടുത്ത ചോദ്യം ഇതാണ്. Mill's disappointment with sociology was mainly because he felt it was becoming too responsible. അല്ല, അദ്ദേഹത്തിന്റെ ടൈമിൽ സോഷ്യോളജിക്ക് ഉത്തരവാദിത്വം ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. Abandoning its responsibilities towards social problems. Too focused on social injustice. No, it wasn't actually. Too connected with public issues. ആ സമയത്ത് it wasn't actually. ഓപ്ഷൻ ബി ആണ് ഇവിടെയും നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, വി വിൽ ലുക്ക് അറ്റ് സം ഡെഫിനിഷൻസ്. കാരണം ഇതിന് മൾട്ടിപ്പിൾ ഡെഫിനിഷൻസ് ഉണ്ട്. ആൻഡ് ആ ഡെഫിനിഷൻസിന്റെ ഒരു അനലിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്താണെന്നും നമുക്കൊന്ന് നോക്കാം. വി വിൽ ഡു ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ ലെസൺ. So thank you very much for watching this part, and you have an excellent day ahead. See you in the next class.